ഗോവിന്ദസ്വാമിക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചാടിയത് ശിവജിയായിരുന്നു. സെൻട്രൽ ജയിലിൽ നിന്ന് ഒരു പ്രാവശ്യം ശിവജിക്ക് ചാടാൻ പറ്റുള്ളൂ. സബ് ജയിലിൽ നിന്ന് 3 പ്രാവശ്യം ഇയാൾ ചാടിയിട്ടുണ്ട്. കോട്ടയം സബ് ജയിലിൽ നിന്നും അതുപോലെ തന്നെ മാവേലിക്കര സബ് ജയിലിൽ നിന്നും ആലപ്പുഴ സബ് ജയിലിൽ നിന്നൊക്കെ ഇയാൾ ചാടിയിട്ടുണ്ട്. റിപ്പർ ജയാനന്ദൻ അയാൾ 2011 കണ്ണൂർ ജയിലിൽ ചാടിയത്. അതാണ് അയാളെ ആ ചാട്ടം അവിടെ പിഴച്ചു എങ്കിലും മാസക്കണക്കിന് അയാൾക്ക് ഭാര്യയോടൊപ്പം താമസിക്കാനും കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ അയാള് ഒരു കാര്യം ചെയ്തിരുന്നു. ആ ചാടിയ സമയത്ത് ഇയാള് ഊട്ടിയില് അയാളുടെ ഭാര്യയും മക്കളെ നേരത്തെ ജയിലിൽ കിടന്ന സമയത്തും അല്ലെങ്കിൽ പരോളിൽ ഇറങ്ങിയ സമയത്തോ അല്ലെന്നെങ്കിൽ വീട്ടുകാർ വന്ന് കണ്ട സമയത്തോ കേരളം വിട്ട് ഊട്ടിയിലേക്ക് പതുക്കെ ആ കുടുംബത്തിനെ മാറ്റി. ഗോവിന്ദചാമിയുടെ ചാട്ടം ഒറ്റയ്ക്കാണ്, കൂട്ടില്ല. മറ്റു കള്ളന്മാർക്ക് ഗോവിന്ദചാമിയെ പേടിയായിരിക്കാം. ഇയാളുടെ സ്വഭാവ രീതികളും സ്വഭാവ വൈകൃതങ്ങളും ലൈംഗിക വൈകൃതങ്ങളൊക്കെ പേടിച്ചിട്ടായിരിക്കാം ആരും ഇയാളോട് സഹകരിക്കാൻ സാധ്യത വളരെ കുറവാണ്. 3 പേരാണ് ആ സെല്ലിൽ കിടന്നത്. അതിൽ ഒരാളെ മാറ്റണം. അവന് ചാടാൻ തയ്യാറല്ല. അവനെ ഇത് പറഞ്ഞു കൊടുക്കാൻ സാധ്യതയുണ്ട്. പതുക്കെ അവനെതിരായ ആരോപണം ഉന്നയിച്ച് അത് ജയിൽ അധികൃതർ പറഞ്ഞ് ഇവനെ അവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞപ്പം അത് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകമൊക്കെ ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം അയാളെ അവിടുന്ന് മാറ്റി കൊടുത്തു. ജയിൽ ചാട്ടത്തിലെ കേമന്മാരാരാണെന്നാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ജയിൽ ചാട്ടത്തിലെ ഇപ്പോൾ നമ്മൾ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം നമ്മൾ കണ്ടു. ആ ജയിൽ ചാട്ടം കഴിഞ്ഞ ഉടനെ ഏകദേശം 3-4 മണിക്കൂറിനകം ഗോവിന്ദസ്വാമിയെ നമ്മൾ അകത്താക്കി. നാട്ടുകാരുടെ സഹായത്തോടുകൂടി ഗോവിന്ദസ്വാമിയെ നമ്മൾ പിടിച്ചു. അത് ഗോവിന്ദസ്വാമിക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചാടിയത് ശിവജിയായിരുന്നു. പക്ഷെ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. 2 പ്രാവശ്യം ചാടിയ മഹാനുണ്ട്. കണ്ണൂരിൽ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഒരാൾ 2 സ്ഥലത്തു നിന്നും ചാടിയിട്ടുണ്ട്. ജയാനന്ദൻ എന്ന റിപ്പർ ജയാനന്ദൻ അയാൾ 2011 കണ്ണൂർ ജയിലിൽ ചാടിയത്. അതാണ് അയാളെ ആ ചാട്ടം അവിടെ പിഴച്ചു എങ്കിലും മാസക്കണക്കിന് അയാൾക്ക് ഭാര്യയോടൊപ്പം താമസിക്കാനും കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. അതിനുശേഷം അയാളെ ആ ചാട്ടത്തിന് ശേഷം പിടിക്കപ്പെട്ടു. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ജയാനന്ദനെ കൊണ്ടുവന്നു. ഇവിടെ നിന്നും അയാൾ 2011 ജയിൽ ചാടി. അപ്പൊ ജയിൽ ചാട്ടത്തിന് റെക്കോർഡിട്ട ഇയാളല്ല, ശിവജിതാണ് റെക്കോർഡ്. സെൻട്രൽ ജയിലിൽ നിന്ന് ഒരു പ്രാവശ്യം ശിവജിക്ക് ചാടാൻ പറ്റുള്ളൂ. സബ് ജയിലിൽ നിന്ന് 3 പ്രാവശ്യം ഇയാൾ ചാടിയിട്ടുണ്ട്. കോട്ടയം സബ് ജയിലിൽ നിന്നും അതുപോലെ തന്നെ മാവേലിക്കര സബ് ജയിലിൽ നിന്നും ആലപ്പുഴ സബ് ജയിലിൽ നിന്നൊക്കെ ഇയാൾ ചാടിയിട്ടുണ്ട്. അത് റിമാൻഡ് പീരീഡിലുള്ള ചാട്ടമാണ്. പക്ഷെ ശിക്ഷ കഴിഞ്ഞ ശേഷം ജീവപര്യന്തം തടവിനും ഒക്കെ വിധിച്ചിരിക്കുന്ന ആൾക്കാർ ചാടുന്നത് നമുക്ക് 2 പ്രാവശ്യം ചാടിയ ജയാനന്ദനുണ്ട്. റിപ്പർ ജയാനന്ദൻ തലയ്ക്കടിച്ച് കൊല്ലുന്ന സ്വഭാവക്കാരനാണ്. അയാൾ ഒരു വീട്ടിലെ 2 പേരെ കൊന്നിട്ടുണ്ട് ഒരു സംഭവത്തിൽ. മറ്റൊരു പല സ്ഥലങ്ങളിലും അയാൾ മോഷണ സമയത്ത് കൊന്നിട്ട് പോകുന്നതാണ് കാണുന്നത്. അപ്പം അയാള് ആദ്യത്തെ ചാട്ടം കണ്ണൂർ സെൻട്രൽ ജയിലിൽ തന്നെ. പക്ഷെ അയാള് ഒരു കാര്യം ചെയ്തിരുന്നു. ആ ചാടിയ സമയത്ത് ഇയാള് ഊട്ടിയില് അയാളുടെ ഭാര്യയും മക്കളെ നേരത്തെ ജയിലിൽ കിടന്ന സമയത്തും അല്ലെങ്കിൽ പരോളിൽ ഇറങ്ങിയ സമയത്തോ അല്ലെന്നെങ്കിൽ വീട്ടുകാർ വന്ന് കണ്ട സമയത്തോ കേരളം വിട്ട് ഊട്ടിയിലേക്ക് പതുക്കെ ആ കുടുംബത്തിനെ മാറ്റി. അങ്ങനെ ഭാര്യയും മക്കളും ഊട്ടിയിലെത്തി. ചാടാനുള്ള പ്രിപ്പറേഷനാണ്. അതിനുശേഷം മാസങ്ങൾക്ക് മുമ്പാണ് ഇയാൾ അവരെ ഊട്ടിയിലേക്ക് മാറ്റിയത്. ചാടിയാൽ അവിടെ അഭയം തേടാം, അവിടെ പോലീസിനെ കണ്ണുപൊട്ടിച്ച് ജീവിക്കാം എന്നൊക്കെ കരുതിയിട്ടാണ് ഇയാൾ ചാടുന്നതിന് മുമ്പ് അവരെ സൗകര്യമായ ഒരു സ്ഥലത്തേക്ക് കേരളത്തിൽ നിന്ന് മാറ്റി. അതിനുശേഷം മാസങ്ങളോടെടുത്ത് ഇയാൾ ചാടാൻ. ഇയാള് 2 പ്രാവശ്യവും ചാടിയപ്പം കൂടെ ഒരാളൂടെ ചാടുന്നുണ്ട്. ഒറ്റയ്ക്ക് ചാടിയിട്ടില്ല. ഒറ്റയ്ക്ക് ചാടിയ വ്യക്തി ഇപ്പം സബ് ജയിലിലല്ലാതെ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ വ്യക്തി ഇപ്പോഴത്തെ ചാട്ടക്കാരൻ തന്നെ, അതിന് സംശയമൊന്നുമില്ല. അപ്പോൾ ഗോവിന്ദചാമിയുടെ ചാട്ടം ഒറ്റയ്ക്കാണ്, കൂട്ടില്ല. മറ്റു കള്ളന്മാർക്ക് ഗോവിന്ദചാമിയെ പേടിയായിരിക്കാം. ഇയാളുടെ സ്വഭാവ രീതികളും സ്വഭാവ വൈകൃതങ്ങളും ലൈംഗിക വൈകൃതങ്ങളൊക്കെ പേടിച്ചിട്ടായിരിക്കാം
ആരും ഇയാളോട് സഹകരിക്കാൻ സാധ്യത വളരെ കുറവാണ്. അതേസമയത്ത് കണ്ണൂർ ജയിലിൽ ചാടിയപ്പോഴും തിരുവനന്തപുരം ജയിലിൽ ചാടിയപ്പം റിപ്പർ ജയാനന്ദൻ്റെ കൂടെ മറ്റൊരു സഹ തടവുകാരനും ഉണ്ട്. ഇയാൾ ചാടുമ്പം ഇവരുടെ രീതിയല്ല, മോഡസ് ഓപ്പറാണ്ടി അല്ല അവലംബിക്കുന്നത്. ഇയാൾ ചാടുമ്പം ഇയാൾ ജയിലിൻ്റെ പരിസരത്ത് നിന്ന് പല കമ്പുകൾ, ചില ചില പലക കഷ്ണങ്ങൾ ഇത് കൂട്ടി ഒരു ടെമ്പററി ഒരു ചാടുന്ന കഴിഞ്ഞാൽ ഉടനെ ഒരു ഏണി ഉണ്ടാക്കിയിട്ട് അതേ കൂടെ പിടിച്ചു കയറിയാണ് ചാടുന്നത്. ഈ ഒറ്റക്കയ്യൻ്റെ ആരോഗ്യമില്ല ഇയാൾക്ക്. കാരണം അയാൾ ചാടുന്നത് നല്ല ആരോഗ്യമുള്ള ആൾക്കാർക്ക് മാത്രമേ ചാടാൻ ഒക്കുള്ളൂ. പക്ഷേ ജയാനന്ദനും സഹപ്രവർത്തകനും ആഹാരം ക്രമീകരിച്ചു വണ്ണം കുറച്ചിട്ടാണ് അവർ ചാട്ടത്തിനൊക്കെ പോയത്. ഗോവിന്ദചാമിയും ഇപ്പം അതേ രീതിയിൽ തന്നെ അയാൾ ചാടിയത് വെന്റിലേറ്ററിൽ കൂടിയാണ്. ആ വെന്റിലേറ്ററിൻ്റെ അവിടുത്തെ കമ്പി ഒരെണ്ണം മാറ്റിയാൽ ശരീരം കിടക്കില്ല. 2 കമ്പി മാറ്റിയെങ്കിലും അല്ലെങ്കിൽ 2-3 കമ്പി അറുത്ത് മാറ്റാം. അത് വളരെ ശ്രമകരമാണ്. അങ്ങനെ മാറ്റിയെങ്കിൽ മാത്രമേ ശരീരം കിടക്കുകയുള്ളൂ. അങ്ങനെ ശരീരം കിടത്തിയ വ്യക്തികൾക്ക് മാത്രമേ ഒന്നിച്ചാണെങ്കിൽ എളുപ്പമുണ്ട് ചാട്ടത്തിന്. ജയാനന്ദൻ 2 പ്രാവശ്യം ചാടിയത് സഹപ്രവർത്തകനുണ്ട്. അതിൽ ഒരു ജയിലിലെ തിരുവനന്തപുരത്തെ ഒരു ജയിലിൽ ചാടുന്നതിന് മുമ്പ് 3 പേരാണ് ആ സെല്ലിൽ കിടന്നത്. അതിൽ ഒരാളെ മാറ്റണം. അവന് ചാടാൻ തയ്യാറല്ല. അവനെ ഇത് പറഞ്ഞു കൊടുക്കാൻ സാധ്യതയുണ്ട്. പതുക്കെ അവനെതിരായ ആരോപണം ഉന്നയിച്ച് അത് ജയിൽ അധികൃതർ പറഞ്ഞ് ഇവനെ അവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞപ്പം അത് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകമൊക്കെ ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം അയാളെ അവിടുന്ന് മാറ്റിക്കൊടുത്തു. അതുകൊണ്ട് റിപ്പർ ജയാനന്ദൻ അയാളുടെ സുഹൃത്തും ആ സെല്ലിൽ 2 പേരും മാത്രമായി. അവർക്ക് അറക്കാനായിട്ട് വലിയ സൗകര്യം ഉണ്ടായി. അങ്ങനെ അവർ ജയിലിൻ്റെ അഴി അറത്ത് അവർ രക്ഷപ്പെട്ടു പോയി. അതാണ് 2 പേര് ഉണ്ടെങ്കിലുള്ള സഹായം. ഇവിടെ നമ്മുടെ കഥാപാത്രം 2 ഒറ്റയ്ക്കാണ് ചെയ്തത് പ്രവൃത്തി. അയാളും ആക്സാ ബ്ലേഡ് സംഘടിപ്പിച്ചു. അവിടെ CCTV ദൃശ്യം വെച്ച ആക്സാ ബ്ലേഡ് അവിടെ ചെറിയ കഷ്ണങ്ങൾ കിടന്നു. അതെടുത്ത് സംഘടിപ്പിച്ച് ഇയാൾ മുറി ഒഴുക്കി വെച്ചു. ആ മുറിയൊന്നും കൃത്യമായിട്ടൊന്നും അവിടുത്തെ ജയിൽ ജീവനക്കാരൊന്നും പരിശോധിക്കത്തില്ല. അവരെ 2 പേരെയും മാറ്റിയിട്ട് എല്ലാ ജയിലിലും കൃത്യമായി ഓരോ മുക്കിലും മൂലയിലും ആക്സാ ബ്ലേഡ് ശിവജി ചാടിയപ്പം ഞാൻ അയാളെ പിടിച്ചിട്ടുണ്ട്, ഞാനാണ് അയാളെ പിടിച്ചത്. ആ സമയത്ത് ഇത് കൃത്യമായിട്ട് റിപ്പോർട്ട് എഴുതി കൊടുത്തതാണ് ആക്സാ ബ്ലേഡ് ആയിരുന്നു ശിവജി ചാടിയപ്പോഴും. അത് അവിടുത്തെ തറയോടിൻ്റെ ഇടയ്ക്ക് തിരികെ വെക്കുമായിരുന്നു. അവരൊന്ന് സഞ്ചരിച്ച് അതിന് മുകളിൽ കൂടെ നടന്നാലും കാണില്ല. വളരെ ആക്സാ ബ്ലേഡിൻ്റെ തിക്നെസ് നമുക്കറിയാം, വളരെ നേർത്തതാണ്. അത് 2 തറയോടുകൾക്കിടയ്ക്കുള്ള ചെറിയ ആ വര പോലെയുള്ള സ്ഥലത്ത് ഇറക്കി വെച്ചാൽ അറിയത്തില്ല. അത് ഏതെങ്കിലും ഒരു തീപ്പെട്ടി കമ്പോ ചെറിയൊരു കമ്പ് കൊണ്ട് കിള്ളിയെടുത്തിട്ട് അവർക്ക് വീണ്ടും അറക്കാൻ സാധിക്കും ഈ കമ്പി. അങ്ങനെയാണ് ആ ജയിൽ ചാട്ടം ജയാനന്ദൻ നടത്തിയത്. ഇവിടെ ഗോവിന്ദചാമിയുടെ ചാട്ടം നമ്മൾ കണ്ടു. അയാൾ തനിച്ചാണ്. അയാൾ അവിടുത്തെ ജയിലിലെ ഷീറ്റും മറ്റതൊക്കെ ഉപയോഗിച്ച് വള്ളി പോലെ കെട്ടി. അയാൾ 1.5 കയ്യോ ഉള്ളെങ്കിലും 2 മസിൽമാന്മാരുടെ ആരോഗ്യം അയാൾക്കുണ്ട്. അത്ര നല്ല വെൽ ബിൽറ്റ് ബോഡിയാണ്. 2 കൈയിലും 1.5 കൈയോ ഉള്ളെങ്കിലും ആ കൈ ഉപയോഗിച്ചിട്ട് മതിൽ കയറി പോയെന്ന ഒരു അവിശ്വസനീയമായ കഥ പോലെ നമുക്ക് തോന്നുമെങ്കിലും അത് സാധ്യതയുണ്ട്. മനോധൈര്യം അത്രയുള്ള ആളാണ്. നല്ല ആരോഗ്യമുള്ള ആളാണ്. സാധാരണക്കാരൻ്റെ അതേ പ്രായത്തിലുള്ള ഇരട്ടി ആരോഗ്യം ഇയാൾക്കുണ്ട്. അയാളുടെ കൈ മുറിഞ്ഞ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അയാൾ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലൊക്കെ മോഷണം നടത്തി അങ്ങനെ കഴിയുന്ന സന്ദർഭം 2 വീലർ ഉണ്ട് അയാൾക്ക് വരണം, മോട്ടോർ സൈക്കിള്. അത് ഓടിച്ച സമയത്ത് ഒരു കയറ്റം കയറുന്ന സമയത്ത് അവിടെ മറ്റു ചില വണ്ടികളൊക്കെ വന്നപ്പോൾ ഇയാൾക്ക് ഇത് സ്ലോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നപ്പം അത്ര സ്പീഡിൽ വന്ന് സ്ലോ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഇയാൾ കുനിഞ്ഞ് ആ വീലിൻ്റെ ഇടയ്ക്കുള്ള കമ്പിയുടെ ഇടയ്ക്ക് കൈയിട്ട് നിർത്താൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോഴാണ് അയാളുടെ കൈ പകുതി അറ്റുപോയത്. കാരണം അത് എത്ര നല്ല മനോധൈര്യമുള്ള ഒരാൾക്കാണ് അങ്ങനെ ചിന്തിക്കാൻ കഴിയുക. അങ്ങനെ ചിന്തിച്ചാൽ തന്നെ അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുക. പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സിൽ വരുമ്പം ഭയം കൊണ്ട് അപകടം ഓർത്ത് അല്ലെങ്കിൽ മുറിവേക്കും, അല്ലെങ്കിൽ അപകടം ഉണ്ടാവും, മരണം വരെ സംഭവിക്കാതെ നമ്മൾ പിന്മാറും. ഇയാൾ അങ്ങനെയല്ല. അയാൾ എത്ര കൃത്യമായിട്ട് ആ വീലിൻ്റെ ഇടയ്ക്കുള്ള കമ്പിയെ കയറി പിടിച്ച് ഓടിക്കൊണ്ട് ഇത്ര സ്പീഡിൽ ഓടുന്ന അയാളുടെ ഇടയ്ക്ക് കൈ കുരുങ്ങി
അത് അറ്റുപോയി. അതാണ് അയാളുടെ മനസ്സിന്റെ കട്ടി നമ്മൾ വിചാരിച്ചോണം. ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഇപ്പം ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ചാടിയത്. 10ാം ബ്ലോക്കിൽ നിന്ന് ചാടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ എപ്പോഴും ഒബ്സർവേഷൻ ഉണ്ട്, ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അതൊന്നും വഴങ്ങാതെ അതൊക്കെ അയാൾ വളരെ ബുദ്ധിപൂർവ്വം ആ 10ാം ബ്ലോക്കിൽ നിന്ന് ചാടി പോയത് രാത്രി 1:15 അയാൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. CCTV ദൃശ്യത്തിൽ അത് ഉണ്ടാവും. അത് തന്നെയല്ല, അയാൾ അവിടുന്ന് ചാടുന്നത് വെളുപ്പിനെ 4 മണിക്ക് മാത്രം. അതിൻ്റെ ഇടയ്ക്ക് അത്രയും സമയം അയാൾക്ക് അവിടെ ആ സെല്ലിന്റെ വെളിയിൽ ഇറങ്ങി നിൽക്കേണ്ടി വന്നു. അത് ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അത് തന്നെ അവിടെ പെട്രോളിംഗ് ഉണ്ട്. അവരാരും ഈ ടാങ്ക് അവിടെ ഇരിക്കുന്നത് അത് കണ്ടില്ല. അത് രണ്ടും അടുക്കിയടുക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ല. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് പറഞ്ഞാൽ അവർ പെട്രോളിങ്ങിൽ ആൾ പോയില്ല എന്നല്ലേ അവരുള്ളൂ. 4 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ദയാനന്ദൻ പോയപ്പം അന്നും ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. 2 പ്രാവശ്യം ചാടിയപ്പോൾ സസ്പെൻഡ് ചെയ്തു. ശിവജി പോയപ്പോഴും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണ് അതുകൊണ്ടൊരു പ്രയോജനം? അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളുന്നില്ല ജയിൽ അധികൃതർ. അവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. തടവുള്ളികൾ പലതും ഇതുപോലെയുള്ള ഡേഞ്ചറസ് ആയ ക്രിമിനലിനെ അവർ ചാടിപ്പോവുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അയാളെ ഈ വരുന്ന തടവ് ശിക്ഷിച്ചെങ്കിലും അയാളുടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആയിരുന്നു. അത് സുപ്രീം കോടതിയിൽ നിന്ന് അയാൾ ഏതോ തരത്തില് ആളൂരും അഡ്വക്കറ്റും ഒക്കെ വന്ന് അയാളെ രക്ഷപ്പെടുത്തി അയാളെ ജീവപര്യന്തത്തിലേക്ക് മാറ്റിക്കൊണ്ടുവന്നു. അപ്പൊ ഇയാളെ പറ്റി ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഇതുപോലെയുള്ള കഥാപാത്രങ്ങൾ തീർച്ചയായിട്ടും ക്യാപിറ്റൽ പണിഷ്മെന്റ് നമുക്ക് കൊടുക്കേണ്ടവരാണ് എന്നിപ്പോൾ ഈ ചട്ടത്തോടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അയാളുടെ ഇതിനു മുമ്പ് 14ഓളം കേസുകൾ തമിഴ്നാട്ടിലുണ്ടായിട്ടുണ്ട്. ആ 14 കേസിലും ഇയാൾ തടവ് ശിക്ഷ 395 എന്ന് പറയുന്ന റോബറി ഡക്കോയിറ്റിക്കൊക്കെ തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവിടുന്ന് ഒക്കെ ചാടി, അല്ലെങ്കിൽ ആ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ്, അല്ലെന്നുണ്ടെങ്കിൽ അവിടുന്ന് ജാമ്യത്തിൽ ഇറങ്ങി ഇയാൾ രക്ഷപ്പെട്ടു വന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇവിടെ ഇയാളുടെ ഇപ്പോഴത്തെ ചാട്ടത്തോട് ഇയാളുടെ പൂർവ്വ ചരിത്രങ്ങൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ ഇയാൾ നമ്മൾ ആരും കാണാത്ത തരത്തിലൊരു ക്രിമിനലാണ്. മറ്റേ ദയാനന്ദനൊക്കെ ആരെയും കൊന്നിട്ട് അയാൾ വരുന്നുണ്ട്. പക്ഷെ ഇയാൾ അങ്ങനെയല്ല. ആ ദയാനന്ദനും ഇയാളുമായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ അയാൾ തലക്കടിച്ച് കൊന്ന് സ്വർണ്ണം എടുത്തുകൊണ്ട് പോകുന്നെങ്കിലും ഇയാൾ സെക്ഷന്റെ ഒരു പ്രതിബിംബമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുകയാണ്. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. എങ്കിലും അയാളുടെ പേരിൽ ഈ ആരോപണമൊക്കെ ഉണ്ടായിരുന്നു ദയാനന്ദന്റെ പേരിൽ. ശിവജിയും അതുപോലെ തന്നെ. ശിവജിയുടെ ആലപ്പുഴയിലെ ഒരു മർഡർ കേസ് എന്ന് പറയുന്നത് ഞാനത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മർഡർ ആയിരുന്നു അത്. അയാളുടെ ശത്രു അയാളെ പോലീസിന് ഒറ്റുകൊടുത്ത ആള് വരമ്പത്തുകൂടെ പോകുന്നത് കണ്ടിട്ട് ഇപ്പുറത്തെ വരമ്പത്ത് നിന്ന ശിവജി അവിടെ നിന്ന് അയാളൊപ്പം വരമ്പത്തൂടെ നടന്നിട്ട് അതിന്റെ രണ്ടിനും ഇടയ്ക്കുള്ള വള്ളങ്ങൾ പോകുന്ന ഒരു ചെറിയ തോടാണ്. ആ വള്ളത്തിൽ കിടന്ന കഴുക്കോലെടുത്ത് കുത്തി അപ്പുറത്ത് കൂടെ സഞ്ചരിച്ച അയാളുടെ ദേഹത്തെടുത്ത് ചവിട്ടി അയാളെ ചെളിയിലേക്ക് താഴ്ത്തി അയാളെ കുത്തിക്കൊല്ലുകയായിരുന്നു. അതായിരുന്നു ശിവജിയുടെ ആരോഗ്യം. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഇവന്റെ ആരോഗ്യം നമ്മൾ കണ്ടു. 1.5 കൈ ഉള്ളെങ്കിലും ആ കൈ കൊണ്ട് ആ ഏകദേശം 7.5 മീറ്റർ ഉയരമുള്ള 21 അടിയോളം ഉയരമുള്ള ജയിലിന്റെ മുകളിൽ കൂടെ അയാൾ വലിഞ്ഞു കയറി ചാടി രക്ഷപ്പെട്ടു പോയെന്നാണ് നമ്മൾ കാണുന്നത്. അപ്പം 3 ചാട്ടങ്ങൾ നമുക്ക് കേരളത്തിൽ നമ്മൾ കുറച്ചുകൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു. 2 ചാട്ടം റിപ്പർ ജയാനന്ദന്റെയാണ്, 1 ചാട്ടം ഇപ്പം ചാമിയുടെയാണ്, മറ്റൊരു ചാട്ടം ഇപ്പം ശിവജിയുടെയാണ്. ഈ 3 തസ്കരന്മാരോ അല്ലെങ്കിൽ 3 കൊലയാളികൾ ഈ ചാടുന്ന ചാട്ടം നമ്മൾ കാണുമ്പോൾ അവർക്ക് ജീവിതത്തിൽ വേറൊന്നും നോക്കാനില്ല. അവരെ ഇനി ജീവപര്യന്തം ആണ് അവരെ ശിക്ഷിച്ചിരിക്കുന്നത്. ജീവപര്യന്തക്കാരാണേലും ശരി 20 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 14 വർഷം കഴിയുമ്പോഴൊക്കെ അത് നല്ല നടപ്പ് ഉദ്ദേശിച്ച് പലരും വെളിയിലിട്ട് വിടുന്നുണ്ട്. പക്ഷേ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ഇവർക്ക് 3 പേർക്കും തീർച്ചയായിട്ടും ജീവപര്യന്തം 20 വർഷം കഴിഞ്ഞ് ഗവൺമെന്റ് പരിഗണിക്കരുത്. ഇങ്ങനെയുള്ള ആൾക്കാരെ സ്ഥിരമായിട്ട് ജയിലിലിടണം. കാരണം ഇപ്പം വിയ്യൂർ ജയിലിലേക്ക് ഇയാളെ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് നേരെ വിയ്യൂർ ജയിലിലേക്ക് പോയി ഇന്ന് അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ആ വിയ്യൂർ ജയിലിലെ ഇയാളുടെ സഹവാസം തീർച്ചയായിട്ടും ഏകാന്ത തടവിൽ തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല.